ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. എം ജിയുടെ പല വാഹനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ കൂടുതൽ കംഫർട്ട് ഓറിയൻറ്റഡ് ആയിരിക്കും. അതുപോലെ മിക്ക വണ്ടികളും ഇപ്പോൾ അവർ കൂടുതൽ വിൽക്കുന്ന ഇലക്ട്രിക് ആണ്, അങ്ങനത്തെ വാഹനങ്ങളൊക്കെയാണ്. പക്ഷെ എന്നാൽ അവരുടെ ഒരു ഇലക്ട്രിക് സ്പോർട്സ് കാറാണ് ഇനിയിപ്പോൾ അടുത്ത 2025 ജാനുവരിയിൽ അവർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കാൻ പോകുന്നത്. സംഭവം ഒരു വ്യത്യസ്തമായ കോൺസെപ്റ്റാണ്. പൊതുവേ ഒരു കമ്പനികളും അങ്ങനെ അങ്ങോട്ട് സ്പോർട്സ് കാറോ അല്ലെങ്കിൽ ഈവൻ ഇലക്ട്രിക് ആണെങ്കിൽ പോലും അത് കൊണ്ടുവരാൻ അത്രയധികം ധൈര്യപ്പെടാറില്ല. പ്രത്യേകിച്ച് ഒരു 2 സീറ്റർ കാറൊക്കെ. ഇത് 2 ഡോർ 2 സീറ്റർ കാറാണ്, കൂപ്പയാണിത്. ആൻഡ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി കൺവേർട്ടബിൾ ആണ്. നമുക്കത് റൂഫ് ഇലക്ട്രിക് ആയിട്ട് തന്നെ ഇതിനകത്ത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. സോ എത്രത്തോളം ആൾക്കാർ ഇത് വാങ്ങും എന്നുള്ളത് അറിയില്ല. എന്തായാലും എം ജിയുടെ സെലക്ട് ഡീലർഷിപ്പിന് അണ്ടറിലായിരിക്കും ഈ വാഹനം വരാൻ പോകുന്നത്. അത് ഈ അടുത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു സംഭവമാണ്. അതായത് അതിൽ വണ്ടികളൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ആദ്യമായിട്ട് വരാൻ പോകുന്ന വണ്ടിയും ഇത് തന്നെയാണ്. 12 സിറ്റീസിലാണ് അവർ ആദ്യമായിട്ട് ഈ ഒരു എം ജി സെലക്ട് ഡീലർഷിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അവരുടെ തന്നെ പ്രീമിയം വണ്ടികൾ വിൽക്കാനുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ഡീലർഷിപ്പാണ് ഈ സെലക്ട് എന്ന് പറയുന്നത്. അതിൽ 4 വണ്ടികളാണ് അവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം എന്തായാലും ഒരു വണ്ടി ആയിട്ടുള്ളൂ. എന്തായാലും കാലം ചെല്ലുന്തോറും ഈ 12 സിറ്റീസ് എന്നുള്ളത് എക്സ്പാൻഡ് ചെയ്ത ടയർ 2 സിറ്റീസും അവർ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് അത്യധികം വൈകാതെ അറിയാൻ പറ്റും. പിന്നെ അവരുടെ മീഫാന എന്ന് പറഞ്ഞൊരു MPV ഉണ്ട്, ഒരു 7 സീറ്റർ വണ്ടിയുണ്ട്. അതും ഈ ഒരു സെലക്ട് ഡീലർഷിപ്പിന് അണ്ടറിൽ തന്നെ വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഒരു നീഷ് ഓഡിയൻസിനെയാണ് ഇത് വെച്ച് ടാർഗറ്റ് ചെയ്യുന്നത്. ഭയങ്കര മാസ് മാർക്കറ്റ് സെയിൽസ് ഒന്നും വരുത്താനല്ല. ഇനീഷ്യലി പറഞ്ഞ 4 വണ്ടികൾ ഇവിടെ ലോക്കലി അസംബിൾ ചെയ്യുന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വണ്ടി എന്തായാലും ഇപ്പോൾ തൽക്കാലത്തേക്ക് CBO ആയിട്ട് വരുന്നു എന്ന് തന്നെയാണ് കേൾക്കാൻ സാധിച്ചത്. അതിപ്പോൾ നമുക്ക് അടുത്ത മാസം വണ്ടി വരുമ്പോൾ അറിയാം. ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഒരു പക്കാ സ്പോർട്സ് കാർ പോലത്തെ ഡിസൈൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്രണ്ടിൽ. ബാക്കിലേക്ക് നമുക്ക് വരാം, ബട്ട് ഫ്രണ്ട് എന്തായാലും കാണാൻ അത്യാവശ്യം നല്ല രസമുള്ളൊരു ഡിസൈനാണ്. പിന്നെ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ഗ്രില്ലൊന്നും കൊടുത്തിട്ടില്ല. അതിന് പകരം കുറച്ച് എയർ വെൻ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് വണ്ടിക്ക് നമുക്കങ്ങനെ ഒരുപാട് എയർ ഡാമേജ് സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് കുറച്ച് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സ് ആണ് മിക്ക സ്ഥലങ്ങളിൽ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ അങ്ങനെ സ്പ്ലിറ്റ് ഹെഡ് ലാംപ്സ് ഒന്നും കൊടുത്ത് ബോറാക്കാനും അവർ നോക്കിയിട്ടില്ല. ഒരു നോർമലായിട്ടുള്ള അത്യാവശ്യം നല്ല ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എനിക്കെന്തായാലും ഫ്രണ്ടിൽ നിന്നും സൈഡിൽ നിന്നും നോക്കി വണ്ടി കാണാൻ അത്യാവശ്യം ഇഷ്ടമാണ്. ഈവൻ ഡയമെൻഷൻസ് നോക്കുകയാണെങ്കിൽ പോലും ഇതിപ്പോൾ ഈ കാണുമ്പോൾ നിങ്ങൾക്ക് അധികം ഡയമെൻഷൻസ് തോന്നുന്നില്ലായിരിക്കും. ഒരു ചെറിയ വണ്ടി പോലെ ആയിരിക്കും മിക്കവാറൊക്കെ തോന്നുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള വണ്ടിയാണ്. ആൻഡ് സിസർ ടൈപ്പ് ഡോർസ് വരുന്ന ഇന്ത്യയിലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വണ്ടിയും ഇത് തന്നെയായിരിക്കും. ആൻറ്റി പിഞ്ച് ഫംഗ്ഷനൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അതായത് മുകളിലേക്ക് പൊക്കുന്ന ടൈപ്പ് ഡോറുകൾ ഇന്ത്യയിലൊക്കെ വളരെ പ്രീമിയം വണ്ടികളാണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രീമിയം സ്പോർട്സ് കാർസിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ എന്തായാലും അത് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഡയമെൻഷൻസ് നേരത്തെ പറഞ്ഞ 4.5 മീറ്റേഴ്സിന് മുകളിൽ ഈ വണ്ടിക്ക് ലെങ്ത് ഉണ്ട്. 4533 മില്ലിമീറ്റേഴ്സാണ് കറക്റ്റ് വരുന്നത്. വിട്ട് ആണെങ്കിൽ പോലും 1.9 മീറ്റേഴ്സിന് മുകളിലുണ്ട്. 1912 മില്ലിമീറ്റേഴ്സാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു കാറ്റഗറിയിൽ ഒരു രീതിയിലും ഈ വാഹനത്തെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനത്തെ വണ്ടികളൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും. പക്ഷേ ശരിക്കും 2 സീറ്റർ ആണെങ്കിലും ഇതിൻ്റെ ഡയമെൻഷൻസ് അത്ര ചെറുതാവാറില്ല. സോ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഓപ്ഷനായിട്ട് 19 and 20 ഇഞ്ച് അലോയ് വീൽസ് ഒക്കെ അവൈലബിൾ ആണ്. ഇനി റിയർ ഡിസൈനാണ് അവർ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കിയത്. നമ്മളിതിൻ്റെ ബേസിക് ലേഔട്ട് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. C-ഷേപ്പ് പോലത്തെ ലൈറ്റ്സ് ഒക്കെയാണ്. കണക്റ്റഡ് ടൈൽ ലാംപ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈബർ സ്റ്റെയറിൻ്റെ ബാഡ്ജിങ് ഒക്കെ ഉണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലേക്ക് ഒരു ആരോ ഇട്ട് വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇൻ ദ സെൻസ് ഒരു ഡിസൈൻ പോലെ ഒരു കൊടുത്തതാണ്. അതിൻ്റെ അകത്ത് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക് ലൈറ്റ് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്തായിരിക്കും ഫംഗ്ഷനാലിറ്റീസ് ഉണ്ടാകുന്നത്. പക്ഷേ എന്തായാലും അതിരിത്തിരി ഓവറായില്ലേ എന്നെനിക്ക് തോന്നി. അല്ലാതെ റിയർ ഡിസൈനിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതാണ് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള എക്സ്റ്റീരിയർ ലുക്ക്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, അതുപോലെ ഈ ഒരു ബോഡി സ്റ്റൈലിനെ പറ്റിയുള്ള അഭിപ്രായം തീർച്ചയായും താഴെ കമൻസിൽ പറയുക. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. എക്സ്റ്റീരിയർ പോലല്ല, ഇൻറ്റീരിയർ കുറച്ചും കൂടെ സിമ്പിളാണ്. പക്ഷേ എന്നാൽ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കതിനകത്ത് മെയിനായിട്ട് 4 സ്ക്രീനാണ് ആക്ച്വലി വരുന്നത്. അതും ഡ്രൈവർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്ക്രീൻസ് ആണല്ല, അല്ലാതെ പാസഞ്ചറിന് അങ്ങനെ പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യാൻ മാത്രം ഇതിനകത്തൊന്നുമില്ല. ആദ്യം തന്നെ 3 സ്ക്രീനാണ് ഡ്രൈവറിൻ്റെ സൈഡിൽ വരുന്നത്. പിന്നെ ഒരു സ്ക്രീനുള്ളത് നമ്മുടെ AC സംഭവങ്ങളൊക്കെ, അതായത് ലെഫ്റ്റ് സൈഡിൽ AC വെൻസിനൊക്കെ താഴത്തൊരു പോർഷൻ കണ്ടില്ലേ, നമ്മുടെ ഗിയർ സെലക്ടർ ആ ഒരു സ്വിച്ചിൻ്റെ ഇപ്പുറത്ത്, അതാണ് അടുത്ത സ്ക്രീനുള്ളത്. ഇനി ഡ്രൈവർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നടുവിൽ വരുന്നത് ഒരു 10.25 ഇഞ്ച് സ്ക്രീനാണ്. അതിൻ്റെ അകത്താണ് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അല്ലാതെയുള്ള ബാക്കി സംഭവം, അതായത് ഇൻസ്ട്രുമെൻറ്റ് റെസ്റ്റിൻ്റെ ബേസിക് കൺട്രോൾസ് എല്ലാം തന്നെ അതിൻ്റെ അകത്തായിരിക്കും വരുന്നത്. സ്പീഡ്, പിന്നെ ബാക്കി ഇൻഫർമേഷൻ തുടങ്ങിയ സാധനങ്ങളെല്ലാം. അതല്ലാതെ ഡ്രൈവറിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലായിട്ട് 2 7 ഇഞ്ചസിൻ്റെ സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് മീഡിയ ഒക്കെ കൺട്രോൾ ചെയ്യാം. പിന്നെ നാവിഗേഷൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതിനൊക്കെ വേണ്ടി വരുന്ന ഒരു സംവിധാനമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയിൽ നമുക്ക് വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിലും 3 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. അത്യാവശ്യം നല്ല സ്പോർട്ടി ഡിസൈനാണ് സ്റ്റിയറിംഗിൽ അവർ കൊടുത്തിരിക്കുന്നത്. നമുക്ക് സ്വിച്ചസ് ഒക്കെ അവൈലബിൾ ആണ്. പിന്നെ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. കുറച്ച് റോട്ടറി കൺട്രോൾസ് ഒക്കെ നമുക്ക് സ്റ്റിയറിംഗിൻ്റെ താഴത്തായിട്ട് വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഡിസൈനാണ്. പിന്നെ സീറ്റ്സ് ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് സാധാരണ ഒരു സ്പോർട്സ് കാറിൽ വരുന്ന പോലെ തന്നെ നല്ല സ്പോർട്ടി സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. കൺവേർട്ടബിൾ ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. വണ്ടി 2 സീറ്റർ ആണ്. ബാക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് സ്ഥലമൊന്നുമില്ല, നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് നമുക്കവിടെ കുറച്ച് മാത്രമേ ഇതിനകത്ത് സ്പേസ് വരുന്നുള്ളൂ.
ഇതൊക്കെയാണെങ്കിൽ പോലും ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അധികം കോംപ്രമൈസ് ഒന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല. നമുക്ക് അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം ലെവൽ 2 ഫീച്ചേഴ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡ്യുവൽ സോൺ ഓട്ടോ AC വാഹനത്തിൽ അവൈലബിൾ ആണ് എന്ന് പറയേണ്ട നമുക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഇതിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ സ്പോർട്സ് കാർസിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് കോംപ്രമൈസ് ചെയ്യാറുള്ളതാണ്. ഈ വണ്ടിയിൽ എന്തായാലും അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ വണ്ടിയുടെ ഇന്ത്യൻ പവർ ട്രെയിൻ ഓപ്ഷൻസ് MG ആക്ച്വലി കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോ ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ പോസ്റ്റിൽ വന്ന വീഡിയോ ആണ്. അതിൻ്റെ അകത്ത് അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് 510 PS പവർ എന്നൊക്കെ ആൻഡ് 725 Nm ടോർക്കായിരിക്കും വരുന്നത്. അത് ആക്ച്വലി ഇവരുടെ ഓൾ വീൽ ഡ്രൈവ് വണ്ടിയുടെ സെറ്റപ്പിൻ്റെ പവറാണ്. 77 kWh ബാറ്ററി പാക്കാണ് ഇന്റർനാഷണലി ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവിൽ അവർ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ 580 കിലോമീറ്റേഴ്സിൻ്റെ ചൈനീസ് സൈക്കിൾ അതായത് CLTC ക്ലെയിംഡ് റേഞ്ച് ഉണ്ട്. ഓൾമോസ്റ്റ് ആക്യുറേറ്റ് ആണെന്ന് പറയാം. പിന്നെ ഓൾ വീൽ ഡ്രൈവ് ആണ്, പെർഫോമൻസ് ഓറിയൻറ്റഡ് വണ്ടി ആയതുകൊണ്ട് നമ്മൾ അഗ്രസീവായിട്ട് ഓടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരുപാട് റേഞ്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. പിന്നെ 510 PS പവർ എന്നൊക്കെ പറയുമ്പോൾ ഓൺ പേപ്പർ മാത്രമല്ല റിയൽ ലൈഫിലും വണ്ടി ഭയങ്കര ഫാസ്റ്റാണ്. ജസ്റ്റ് 3.2 സെക്കൻഡ്സ് മാത്രമാണ് ഇതിന് 0 to 100 എത്താനായിട്ട് എടുക്കുന്ന സമയം. അതായത് വളരെ ക്വിക്കാണെന്ന് പറയാം. ഓൾമോസ്റ്റ് പല സ്പോർട്സ് കാർസുകളെയും അതായത് നമ്മുടെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻസ് വെച്ച് വരുന്ന വണ്ടികളെ തന്നെ ഈ വണ്ടി നാണിപ്പിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഓൾമോസ്റ്റ് അതിൻ്റെ പകുതിയുടെ പകുതി പ്രൈസിൽ കൊടുക്കുന്നതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവായിരിക്കും ഇതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നുള്ളത്. അവർ CBU ആയിട്ടാണ്, അതായത് കംപ്ലീറ്റ്ലി ഇമ്പോർട്ട് ചെയ്താണ് ഈ വണ്ടി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും 60 to 70 lakhs ഇടയിൽ ഇതിന് പ്രൈസ് വന്നിരിക്കും. പക്ഷേ ഇനി അതേസമയം CKD ആയിട്ട് കൊണ്ടുവരാൻ അവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു 50 to 60 lakhs ഇടയിൽ ഈ വണ്ടിയുടെ പ്രൈസ് വരാനും സാധ്യതയുണ്ട്. പക്ഷേ കൂടുതൽ പോസിബിലിറ്റികൾ CBU ആയിട്ട് വരാൻ തന്നെയാണ്. പക്ഷേ 60 to 70 lakhs പ്രൈസ് എന്ന് പറഞ്ഞാലും വളരെ കൂടുതലാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത്തരത്തിലുള്ള ഡിസൈൻ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ഉള്ള വേറെ വണ്ടിയൊന്നും നമുക്ക് ആ പ്രൈസ് പോയിന്റിൽ കിട്ടുന്നില്ല. കിട്ടുന്നത് BMW i4 ഒക്കെയാണ്. പക്ഷെ അതും 70 lakhs മുകളിൽ വില വരുന്നുണ്ട് എക്സ്ഷോറും. അതുകൊണ്ട് ഒരു പരിധി വരെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ അപ്രോച്ച് എടുക്കുന്നതൊക്കെ നല്ലതാണ്. നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വണ്ടികൾ ഇന്ത്യയിൽ കിട്ടും. ഇലക്ട്രിക് ആണ് എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഫാസ്റ്റ് ആയിട്ടുള്ള വണ്ടികൾ ഇലക്ട്രിക്കൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പം എന്ന് പറയാൻ പറ്റില്ല. പിന്നെ മോട്ടറൊക്കെ സോഴ്സ് ചെയ്യണം, ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മോട്ടർ കൊടുക്കണം. ബട്ട് എന്നാലും ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ ഒക്കെ ഇത്രയും ഫാസ്റ്റ് ആക്കുന്നതിലും വളരെ എളുപ്പമാണ് ഇലക്ട്രിക്കൽ വണ്ടികൾ ഇത്രയും ഫാസ്റ്റ് ആക്കുക എന്ന് പറയുന്നത്. ഇനി ഇതിവിടെ ഇറക്കുമ്പോൾ നമുക്കറിയാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു മാർക്കറ്റ്, അതുപോലെ ആൾക്കാർ ഈ വണ്ടി വാങ്ങുമോ എന്നുള്ളതൊക്കെ. JSW ഗ്രൂപ്പിനുമായിട്ടുള്ളൊരു കൊളാബറേഷൻ ഉണ്ടല്ലാണ് അവരിങ്ങനത്തെ വണ്ടികളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ MG മാത്രമായിട്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കിട്ടുമായിരുന്നു എന്നുള്ളത്. ഇതിപ്പോൾ ഒരു കൊളാബറേഷനും അഡീഷണൽ ഫണ്ടും അവർക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്നത്. എന്തായാലും നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം എന്താവും എന്നുള്ളത്. പിന്നെ നിങ്ങളുടെ വണ്ടിക്ക് എന്തെങ്കിലും നല്ല ആക്സസറീസോ അല്ലെങ്കിൽ അതുപോലെ ക്ലീനിങ് പ്രൊഡക്ട്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, അല്ലെങ്കിൽ വ്യൂ പ്രൊഡക്ട്സ് കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് എല്ലാ സംഭവങ്ങളും കാണാൻ പറ്റും. ഇതാണ് MG സൈബർ സ്റ്റാറിൻ്റെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.